കഴിഞ്ഞ ദിവസം കരൂരിൽ ഇളയ തളപതി നമ്മുടെ വിജയ് വലിയൊരു റാലി നടത്തുകയുണ്ടായി. അതിൽ 40ഓളം പേർ മരണപ്പെടുകയുണ്ടായി. ഇതോടുകൂടി വിജയുടെ ഭാവി തീർന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ചില കരക്കമ്പികൾ തമിഴ്നാട്ടിൽ നിന്നും പ്രചരിക്കുന്നുണ്ട്, എസ്പെഷ്യലി സൈബർ ഇടങ്ങളിൽ. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കരക്കമ്പികൾ എപ്പോഴും യാഥാർത്ഥ്യത്തോട് അറ്റ്പാറായി പോകണം എന്ന് നിർബന്ധമില്ല. കരക്കമ്പികൾ പടച്ചു വിടുന്നവർക്ക് പിന്നിൽ, അല്ലെങ്കിൽ ആ പടച്ചു വിടുന്നവർക്ക് കൃത്യമായ താല്പര്യങ്ങളുണ്ടായിരിക്കാം. ഇത് കൃത്യമായ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. വിജയുടെ റാലിക്കിടെ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായി. 40ഓളം പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളത് വേദനിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ്. ഞെട്ടിക്കുന്നു എന്ന് പറയുന്നില്ല, കാരണം തമിഴ്നാട്ടിൽ ഇതൊക്കെ ആദ്യമായിട്ടല്ല ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നത്. എന്നിരുന്നാൽ പോലും വേദനയുള്ളൊരു കാര്യമാണ്. അതോടെ നിൽക്കട്ടെ. വിജയുടെ റാലിയിലൂടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. കുറച്ച് പേർ വിജയെ കല്ലെറിയുന്നുണ്ട്. വിജയുടെ പാർട്ടി അല്ലെങ്കിൽ തമിഴക വെற்றிക്കഴകം ഉത്തരവാദിത്വം നിറവേറ്റിയില്ല. 10,000 പേർക്ക് മാത്രമാണ് പെർമിഷൻ കൊടുത്തത്. അതിനപ്പുറത്തേക്ക് ആൾക്കാർ വന്നെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് എന്ന് അദ്ദേഹത്തെ വിമർശിക്കുന്നവർ പറയുന്നു. അതേസമയം DMK പക്ഷം അല്ലെങ്കിൽ ഭരണമുന്നണിയിലുള്ളവർ പറയുന്നു പോലീസിന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു, അതിനപ്പുറത്തേക്ക്, അതായത് നമ്മൾ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ അംഗസംഖ്യ വന്നത് അവരുടെ മിസ്റ്റേക്കാണ്, നമ്മുടേതല്ല എന്ന് DMK പക്ഷം പറയുന്നു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നിന്ന് ഇതൊക്കെ രണ്ടുപേരുടെയും പ്രശ്നമാണ്, സൂക്ഷിക്കണമായിരുന്നു എന്ന് പറയുന്ന മൂന്നാമതൊരു വിഭാഗം തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്കൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് വിജയുടെ കുറ്റമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. 1. 2, ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാവി തീർന്നു എന്നും പറയാൻ പറ്റില്ല. 3, ഇത് വല്ലാണ്ട് വിജയുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏത് റാലിക്കായാലും 10,000 പേർക്ക് അല്ലെങ്കിൽ 5,000 പേർ പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോലീസിൽ നിന്ന് പെർമിഷൻ എടുക്കുന്നത്. കൃത്യമായി എണ്ണിച്ചൊട്ടപ്പം പോലെ 5,000 പേരെയൊന്നും അവിടെ കടത്തിവിടാൻ പറ്റില്ല. എസ്പെഷ്യലി വിജയ് പോലെ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ പങ്കെടുക്കുന്ന ഒരു വേദിയിലേക്ക്. തമിഴ്നാട്ടിൽ താരാരാധന അറിയാലോ താങ്കൾക്ക്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഇത് പോസിബിൾ അല്ല. ഈ പറയുന്ന DMK ആയാലും പണ്ടത്തെ തീപ്പൊരി കരുണാനിധിയുടെ ആയ കാലത്ത് അദ്ദേഹത്തിൻ്റെ തീപ്പൊരി പ്രസംഗമൊക്കെ ഇതുപോലെ ആൾക്കാർ ഒഴുകിയെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ വിജയ്ക്ക് എത്തിയ അത്രയും ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ പണ്ട് MGRൻ്റെ കാലത്തൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്. വിജയകാന്ത് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു മാനാട് സംഘടിപ്പിച്ചപ്പോൾ ഇതേപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുൻകാല ചരിത്രം. അതുകൊണ്ട് വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കഴിഞ്ഞ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം നമ്മക്കൽ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം നടന്നത്. അവിടെ നിന്നും മറ്റ് തൃശ്ശി ഉൾപ്പെടെയുള്ള ഇതര ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ കരൂർ എന്ന് പറയുന്ന നഗരത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്തത്. ഈ കണ്ട ആൾക്കൂട്ടം മുഴുവൻ വിജയെ കാണാൻ വന്നത് എന്നുള്ളതിനപ്പുറത്തേക്ക് പരോക്ഷമായിട്ടെങ്കിൽ ഇതിൽ നല്ലൊരു ശതമാനം വിജയുടെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിപ്പുള്ളവരാണ്. അതായത് തമിഴ്നാട്ടിൽ ഒരു ഏകഛത്രാധിപതിയായിട്ട് MK സ്റ്റാലിൻ വാഴുന്നു. എതിർപക്ഷത്ത് അതിശക്തിയായ ഒരു നേതാവ് ഉണ്ടായിരുന്നു, നമ്മുടെ മരിച്ചുപോയ ജയലളിത. അവർക്ക് ശേഷം ആ പാർട്ടി ഏറെക്കുറെ ജീർണാവസ്ഥയിലാണ്. BJP വരുന്നുണ്ട്, കയറുന്നുണ്ട്, അവർ നേട്ടം കൊയ്യുന്നുണ്ട്, അണ്ണാമലൈ എന്ന് പറയുന്ന നേതാവ് ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരു ഈ പറയുന്ന പോലെ വടനാട് കക്ഷി എന്നാണ് തമിഴ്നാട്ടുകാർ പറയുന്നത്, ഉത്തരേന്ത്യൻ പാർട്ടി. അവർക്ക് എത്രത്തോളം എക്സൽ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തമിഴർക്ക് ഇപ്പോഴും ഒരു ആശങ്കയുണ്ട്. ആ സാഹചര്യത്തിൽ ദർ ഇസ് എ സെക്കൻഡ് സ്പേസ്. അങ്ങനെയാണെങ്കിൽ MK സ്റ്റാലിനെ നേരിടാൻ ആരും, നമുക്കൊരു ചോയ്സ് വേണമല്ലോ, എപ്പോഴും ഒരു ചോയ്സ് വേണം. അങ്ങനെ ഒരു ചോയ്സായിട്ട് തമിഴക നാട്ടിലുള്ളവർ വിജയ് കാണുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കണ്ട ആദ്യകാലത്തൊക്കെ ഈ വിജയ് യാത്ര തുടങ്ങിയ സമയത്തൊക്കെ DMK നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് വിജയുടെ ഫാൻസാണ്, ഒരു സിനിമാക്കാരനെ കാണാൻ വരുന്ന ആളാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കേരളത്തിലേക്ക് നോക്കി ഇതേ ഒരു ഡയലോഗ് നമ്മൾ കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ സുരേഷ് ഗോപി വന്നപ്പോൾ DMK അല്ല പറഞ്ഞത് കമലഹാസനും രജനീകാന്തുമാണ് പറഞ്ഞത്. ഇവരെല്ലാവരും ഒരേ തൂവൽ പക്ഷികളായിട്ടാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. DMK എന്ന് പറയുന്ന DMK പക്ഷം അല്ലെങ്കിൽ വിജയുടെ എതിർപക്ഷം എന്ന് മാത്രം കണ്ടാൽ മതി. നമ്മൾ ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതേ ആക്ഷേപം നമ്മൾ എവിടെ കേട്ട ആക്ഷേപമല്ല, ഒരു വിലയിരുത്തൽ. സുരേഷ് ഗോപി തൃശ്ശൂർ ഇറങ്ങിയപ്പോൾ വന്നതൊക്കെ BJPയുടെ ആളല്ല, സുരേഷ് ഗോപി കാണാൻ വന്ന ആൾക്കാരാണ്. എന്തായി സംഭവിച്ചത്? ഓരോ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് വീതം വർദ്ധിപ്പിച്ച് 75,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ BJPക്കാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ജയിച്ചു. സമാനമായൊരു സാഹചര്യം തമിഴ്നാട്ടിൽ വരും എന്നുള്ളത് അവർ ഭയക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഭയക്കുന്നത് അവിടെ ഇരിക്കട്ടെ, ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കുകയാണ്. വിജയ് കൊടുത്ത സമയം എന്ന് പറയുന്നത് 2 മണിയാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് അവിടെ റാലി കൂടാനുള്ള തീരുമാനം ഉണ്ടായത് കരൂരിൽ. അതിൽ വേറൊരു കാര്യമുണ്ട്, DMK മിനിമം 10,000 പേര് പങ്കെടുക്കുന്ന സംഭവമായിട്ടാണ് ഇവർ എഴുതി കൊടുത്തത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണ്? ഇദ്ദേഹം അവിടെ എത്തിയ സമയം 7 മണിയാണ്. ഈ 7 മണിക്ക് അതും രാത്രിയിലാണ് ഇദ്ദേഹത്തെ കാത്തു നിന്നത്. അത് 2 മണി മുതൽ ഇദ്ദേഹത്തെ കാത്തു നിൽക്കുകയായിരുന്നു അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ. അവിടെ വിജയുടെ ഭാഗത്തൊരു തെറ്റില്ലേ? 2 മണിക്ക് എത്തേണ്ട വിജയ് 7 മണിക്കാണ് അവിടെ എത്തിയത്. ശരിക്കും വിജയ് അത് മനഃപൂർവ്വം ചെയ്തതാണോ? ഒറ്റ നോട്ടത്തിൽ അതൊരു അതിലൊരു കഴമ്പുണ്ടെന്ന് തോന്നാം, എങ്കിലും അത് കഴമ്പില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അതായത് ഈ ചോദ്യത്തിനൊരു മറുചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഏത് പൊളിറ്റീഷ്യനാണ് കൃത്യസമയത്ത് പറഞ്ഞ പരിപാടി കൃത്യസമയത്ത് തന്നെ സംഘടിപ്പിക്കുകയും കൃത്യസമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്തത്? എസ്പെഷ്യലി തമിഴ്നാട്ടിൽ. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ DMKയുടെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള സമയങ്ങളിലാണ് അദ്ദേഹം എത്തിപ്പെടുന്നത്.
അദ്ദേഹത്തിന് മുമ്പ് അച്ഛൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ എത്തുന്നത് ഈ സമയത്താണ്. കൃത്യസമയം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായി. ഞാൻ ഇതിനെ സമകാലിക രാഷ്ട്രീയത്തിലോട്ടൊന്ന് പറിച്ചു നട്ട് കഴിഞ്ഞാൽ ഈ കൃത്യസമയം എന്ന് പറയുന്നത് സമകാലിക രാഷ്ട്രീയത്തിൽ കുറച്ച് പിന്നിലേക്ക് പോവുകയാണ്. ഈ പറയുന്ന തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ തീപ്പൊരി സാരഥിയായിരുന്ന ശ്രീ കരുണാനിധി രാവിലെ 10 മണിക്ക് നടത്തേണ്ട അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പാതിരാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും വരെ വന്ന് പ്രസംഗിച്ചിട്ട് പോയത് തമിഴ്നാട്ടിലെ ചരിത്രത്തിലുണ്ട്. കുറച്ചധികം പഴക്കമില്ലാത്ത ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിരവധി വൈകലുകൾ തമിഴ്നാട്ടിൽ സ്വാഭാവികമാണ്. MK സ്റ്റാലിൻ കരുത്തുറ്റ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെതായ ഫാൻ ബേസ് ഉണ്ട്, പാർട്ടിയുടെ അടിത്തറയൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് കഴിവതും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ചാർട്ട് ചെയ്ത സമയത്ത് തന്നെ തുടങ്ങാനും നിർത്താനും കൃത്യമായൊരു സർക്കാർ സംവിധാനത്തിൻ്റെ സഹായം, അതായത് മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന് Z+ കാറ്റഗറി പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് കൃത്യസമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിന് ഒരു തടസ്സവുമില്ലാതെ കടന്നു പോകാനും അതേപോലെ തന്നെ അവിടെ നിന്ന് പിന്നോട്ട് പോകാനും ഉള്ള ഒരു സംവിധാനം ഒരുക്കാനുള്ള സർക്കാർ മിഷനറി മുഴുവൻ സ്റ്റാലിനുണ്ട്. സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ടെക്നിക്കലി പോസിബിൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങളുടെ സഹായം ഒന്നും തന്നെയില്ല. കുറേ പോലീസ് സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി Y കാറ്റഗറിയിലാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷ. അദ്ദേഹത്തിന് പ്രൈവറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഒരു സംവിധാനവും പാർട്ടി അണികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾ വിജയ് എന്ന് പറയുന്ന ആ ഒരു ഒരു സ്റ്റാറിന് കൊടുക്കുന്ന ഒരു താരമൂല്യം ഒരിക്കലും MK സ്റ്റാലിന് കിട്ടില്ല. അദ്ദേഹം കരുണാനിധിയുടെ മകനാണെങ്കിൽ പോലും വിജയ് കാണാൻ വരുന്നത് ഈ പറയുന്ന വിലക്കുകളൊക്കെ ലംഘിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വിജയ് എന്നല്ല ദൈവം തമ്പുരാൻ പോലും ചിലപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിപാടിക്ക് എത്തിക്കഴിഞ്ഞിട്ട് കൃത്യം എണ്ണിച്ചുട്ട അപ്പം പോലെ ഇത്ര മണിക്ക് തുടങ്ങി ഇത്ര മണിക്ക് തീർന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പോകുന്നത് സാങ്കേതികമായി ബുദ്ധിമുട്ടാണ്. വിജയ് പോലും മറ്റൊരു ഈ പറയുന്ന രജനീകാന്ത് ആയാൽ പോലും കൃത്യസമയത്ത് തുടങ്ങാനും കൃത്യസമയത്ത് അവസാനിപ്പിക്കാനും സാധിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഇത് മനഃപൂർവ്വമാണ് എന്ന് കരുതാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇത്രയും വലിയൊരു ഗതകരമായിട്ടുള്ള വലിയൊരു അപകടം നടന്നപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് ഒളിച്ചോടുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് സിനിമാ സ്റ്റൈലിൽ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുള്ള വസതിയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ശരിക്കും അതൊരു ഖേദകരമായ ഒരു നടപടിയല്ല അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന് ഒരു നേതാവായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമോ ജനങ്ങൾക്ക്? തീർച്ചയായിട്ടും അത് വിജയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റായ തീരുമാനം എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. ഇനി വിജയ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു, അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ മോബ് അഗ്രസീവായിട്ട് വിജയ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സുരക്ഷാ ഭടന്മാർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം, എനിക്കറിയില്ല, നമുക്കറിയാത്ത കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയത്തില്ല. ബട്ട് ആസ് എ പൊളിറ്റീഷ്യൻ തമിഴ്നാട് പിടിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു നേതാവ് അവിടെ ഹി ഹാസ് ടു ബി ദെയർ, അവിടെ ഉണ്ടായിരിക്കണം, ആശുപത്രിയിൽ പോകണം. അത് പൊളിറ്റിക്കൽ മുതലെടുപ്പിന് വേണ്ടിയിട്ട് സ്വാഭാവികമായും ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷേ വിജയ് എന്തുകൊണ്ടോ ചെയ്തില്ല. അതൊരു തെറ്റായ തീരുമാനമായിരുന്നിരിക്കാം. വിജയ് ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം വിജയ് ഫ്രീ സ്പേസിൽ നിൽക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന് താരമൂല്യത്തിന് യാതൊരു കുറവും ഇപ്പം അദ്ദേഹം സിനിമയിൽ ഔട്ടായതിനു ശേഷമല്ല അടുത്ത് ഇങ്ങോട്ട് വരുന്നത്. ഫുൾ രാജപരിവേഷത്തോടു കൂടി തമിഴക സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്ന സമയത്ത് അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ദർ ഇസ് എ സ്പേസ്. അവിടെ നിന്ന് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിജയത്തിൽ കുറഞ്ഞ് ഒന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ സാഹചര്യം അനുസരിച്ചിട്ട് MK സ്റ്റാലിന് ശേഷം പ്രളയം എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് ഓഫ് കോഴ്സ് അവിടെ BJP ഉണ്ട്, അവർ വളർന്നു വരികയാണ്. എന്നിരുന്നാൽ പോലും ഒരു ദ്രാവിഡ വികാരം വെച്ച് കളിച്ചുകൊണ്ട് മുന്നേറാൻ പറ്റിയൊരു സാഹചര്യം അവിടെ ഉണ്ട്. അത് കണ്ടിട്ട് തന്നെയാണ് വിജയ് വന്നിരിക്കുന്നത്. രജനീകാന്ത് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അദ്ദേഹം വരില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് മാറിയതോടുകൂടി ദർ ഇസ് എ സ്പേസ്. ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, ആലോചനയുണ്ട്. സോ അതുകൊണ്ട് വിജയ്ക്ക് ഭയക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങോട്ട് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ രജനീകാന്ത്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ഇപ്പോൾ സാധാരണ രീതിയിൽ അദ്ദേഹം BJP അനുഭാവിയും BJPയുടെ കൂടെയാണ് നിന്ന് കൂടുതലും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ആധ്യാത്മിക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തെ കാണുന്നത്, ഇപ്പോൾ കഴിഞ്ഞ കുറേ പരിപാടികൾ DMK ആയിട്ട്, അതായത് സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പരിപാടികളിലും സ്റ്റാലിനെ പൊക്കിപ്പറയുകയും സ്റ്റാലിനോടുള്ള ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുകയും സ്റ്റാലിനാണ് ഇനി വരേണ്ടതെന്നും ഒരേ ഒരു നേതാവേ ഉള്ളൂ തമിഴ്നാട്ടിന് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുപാട് പ്രഖ്യാപനങ്ങളും ഒരുപാട് ആശംസകളും അദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വിജയനോടുള്ള ദേഷ്യമാണോ, ശത്രുതയാണോ അദ്ദേഹത്തിന്, അതോ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വരാത്തതിൻ്റെ വിദ്വേഷമാണോ? ഈ ചോദ്യം ഞാൻ ചോദിച്ചതാണ്. രജനീകാന്തിന് എന്ത് പറ്റി, അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത് എന്നുള്ളൊരു ചോദ്യം ഒരു രാഷ്ട്രീയ കുതുകി എന്നുള്ളതിലേക്ക് ഞാൻ സ്വയം ചോദിച്ചതാണ്. രജനീകാന്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ കുറച്ച് പിന്നിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 2025 നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു 1994 തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മുത്തു എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ തേന്മാവിൻ കൊമ്പത്തിൻ്റെ ഹിറ്റ് സിനിമയായിരുന്നു. അതിലൊരു പാട്ടുണ്ട്, ഉദിത് നാരായൺ പാടിയ പാട്ടാണ്. അതിലൊരു വരി ഇൻ ബിറ്റ്വീൻ, അതിൽ നായിക മീനയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. മീന ഇങ്ങനെ പാടുന്നു,
എന്തൊക്കച്ചി എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അതായത് ഏത് പാർട്ടി എന്ന് എന്നെ കച്ചി, ചോദിക്കുന്നു. എന്നെ കച്ചി, എന്നെ കച്ചി അങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ അതിൽ രജനീകാന്ത് ഉദിത് നാരായണൻ്റെ പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്: കക്ഷിയെല്ലാം നമുക്കെതുക്ക്, കാലത്തിൻ കയ്യിൽ അത് ഇരിക്ക് എന്നുള്ളതാണ് അദ്ദേഹം. അതായത് നമുക്കിപ്പോൾ പാർട്ടിയൊന്നും വേണ്ട, അതൊക്കെ കാലം തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം കുറേയധികം സിനിമകളിൽ സമാനമായിട്ടുള്ള, അതായത് താങ്കൾ എന്നാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള ചോദ്യം പാട്ടുകളിലൂടെ കൺവേ ചെയ്യുകയും ഉത്തരം ഞാൻ സമയമാകുമ്പോൾ വരും എന്ന് രജനി പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്തത് പല പാട്ടുകളിലും കണ്ടിട്ടുണ്ട്. രജനീകാന്ത് മാത്രമല്ല, എംജിആറും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ചെയ്തു. ഇപ്പോൾ കുറച്ചുകൂടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്തത് രജനീകാന്ത് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. ഇപ്പോൾ പടയപ്പ എന്ന് പറയുന്ന 98 എന്തോ ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിൽ, കെ എസ് രവികുമാർ ചിത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഒരു മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, തലൈവ നിങ്ങൾ പേസമ അരസിലേക്ക് വര വേണ്ടിയതാണ്, നിങ്ങൾ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്? അത് ശരിക്കും ആ പടയപ്പ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് അതിൽ മറ്റൊരു മന്ത്രി കഥാപാത്രം ചോദിക്കുന്നതാണെങ്കിലും ശരിക്കും തമിഴക ജനത രജനീകാന്ത് എന്ന നടനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല? അല്ല, ചോദ്യം അതല്ല ചോദിക്കുന്നത്, പാർട്ടി തുടങ്ങലാമോ? അപ്പോൾ അതിന് രജനീകാന്ത് എന്താ മറുപടി പറയുന്നത്? ഞാൻ நல்லா இருக்கணும் உங்களுக்கு பிடிக்காதா? നീങ്ക മട്ടും നല്ലായിരുന്നാൽ മതിയാ, മക്കൾ നല്ലായിരിക്ക വേണ്ടാമാ, നിങ്ങൾ മാത്രം സൂചിച്ചാൽ പോരല്ലോ, നാട്ടുകാരും സൂചിക്കണ്ടേ, അല്ലെങ്കിൽ അവർക്ക് നല്ലത് വരണ്ടേ എന്നുള്ള ചോദിക്കുന്നത് കൃത്യമായൊരു മെസ്സേജ്. ഇതെല്ലാം രജനീകാന്ത് ഇത്തരത്തിലുള്ള ഡോസുകൾ ഇട്ടത് ജനങ്ങളുടെ ഫീഡ്ബാക്ക്, ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ള കൃത്യമായ ടെസ്റ്റ് ഡോസിംഗ് ആണ് ഇവിടെ. മരുന്ന് പരീക്ഷണം നമ്മൾ ആദ്യം ഒന്ന് കുത്തിവെക്കുമല്ലോ, എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും മെയിൻ ഡോസ് എടുക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇതൊക്കെ പരീക്ഷണമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ കഴിഞ്ഞ 10, 20, 30 വർഷമായിട്ട് രജനീകാന്ത് തമിഴക രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം തീരുമാനിച്ചു, യെസ് ഐ വിൽ. അപ്പോൾ അതിനൊരു സ്പേസ് വേണം. അപ്പോൾ അന്നേരമാണ് തമിഴ്നാട്ടിൽ എങ്ങനെയാലും ഒന്ന് വേരുറപ്പിക്കാനായിട്ട് BJP നിൽക്കുന്ന നരേന്ദ്രമോദി, സാക്ഷാൽ നരേന്ദ്രമോദിയും സാക്ഷാൽ അമിത്ഷായും നേരിട്ട് ചെന്നൈയിൽ പറന്നിറങ്ങി, തലൈവ വാങ്ക, നിന്നാൽ മാത്രം മതി, ബാക്കി മുഴുവൻ നമ്മൾ നോക്കില്ല, 5 പൈസ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടത്, കോടികൾ ഇറങ്ങും, ശതകോടികൾ ഇറങ്ങും, തമിഴകം നമ്മൾ പറിച്ചെടുക്കും. ഓഫർ അതായിരുന്നു. രജനി അതിന് നിന്ന് കൊടുത്താൽ മതിയായിരുന്നു. അന്ന് വന്നില്ല എന്ന് പറഞ്ഞു നിന്ന രജനീകാന്ത് ഒരു സുപ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പെട്ടെന്ന് അനൗൺസ് ചെയ്യുകയാണ്, ഞാനില്ല. ഞെട്ടിപ്പോയി, എല്ലാവരും ഞെട്ടിപ്പോയി. അന്നും ഈ പറയുന്നത് പോലെ എന്തേ രജനീകാന്ത് ഈ രാഷ്ട്രീയ മാറ്റം എന്താണ് ഇതിന് പിന്നിൽ എന്ന് ചിന്തിച്ചിരുന്നു. അന്വേഷിച്ച് പോയപ്പോൾ മനസ്സിലായത്, ശ്രീ MK സ്റ്റാലിൻ എന്ന ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി രജനീകാന്തിനെ വീട്ടിൽ പോയി, പോയസ് ഗാർഡനിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രജനീകാന്ത് അങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടായത്. ഇന്നും ദുരൂഹമാണ് എന്താണ് പോയസ് ഗാർഡനിലെത്തിയ MK സ്റ്റാലിൻ സംസാരിച്ചത്, എന്ത് ഓഫർ വല്ലതും കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു, അറിയില്ല, നമുക്കറിയില്ല. പൊളിറ്റിക്സ് ആണ്, ഏതറ്റം വരെയും പോകും. പുറമേ കാണുന്നതും കാണിക്കുക, നൻപൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തോൾ കൈയിടുന്നവരൊക്കെ ശരിക്കും നൻപന്മാരൊന്നും അല്ല. എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ഇന്നും ഒരു ദുരൂഹമായ ഒരു സംഗതിയാണ്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനായി അന്ന് ശരിക്കും BJP ആണ് അടിപൊളി നിരാശപ്പെട്ടത്. കാരണം അവർക്ക് എല്ലാ പ്രതീക്ഷയും ഉണ്ടായിരുന്നു, രജനി വന്നാൽ കളി മാറുമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ആരോഗ്യ പ്രശ്നം ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നം വഷളായി നിന്ന സമയം, ശരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ട്രിവാൻഡ്രത്ത് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ദീപിക പദുകോണൊക്കെ അഭിനയിച്ച ഒരു അനിമേഷൻ മൂവി, പേര് കൊച്ചാൻ, എക്സാക്ട്ലി. അതിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഷൂട്ടിനിടയിൽ അദ്ദേഹം മലേഷ്യയിൽ പോവുകയും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അന്നേ രജനീകാന്തിന് ഇപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം അന്നേ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പൊളിറ്റിക്സ് വരും, വന്നില്ല, അടുത്ത വർഷം പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പിന്മാറണമെങ്കിൽ ആരോഗ്യമല്ല അതിന് പിന്നിൽ, എന്തോ ദുരൂഹമായൊരു സാധനമുണ്ട്. ആ ദുരൂഹത എന്താണെന്ന് അറിയണമെങ്കിൽ സ്റ്റാലിൻ അന്ന് അവിടെ എന്താണ് പറഞ്ഞതെന്ന് അറിയണം. അത് നമുക്കറിയില്ല. അൺഫോർച്ചുനേറ്റ്ലി അത് രജനീകാന്തിനും സ്റ്റാലിനും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് മറ്റാരെക്കാളും ഭയക്കുന്നത് MK സ്റ്റാലിനാണ്. കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്. ഒരു പക്ഷേ ഇൻ കേസ്, മനുഷ്യരുടെ കാര്യമാണ്, ഇന്നീ സംസാരിക്കുന്നത് ഞാൻ നാളെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. MK സ്റ്റാലിൻ എന്ന് പറയുന്ന നേതാവിന് 70 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് അദ്ദേഹം ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ DMKയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ ഉദയനിധിയാണ് ആ പൊസിഷനിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി, നാളത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം പാർട്ടിയുടെ അമരത്തേക്ക് എത്തിയാൽ ദാറ്റ് ഈസ് ദ എൻഡ്. DMK തീർന്നു. ഈ DMK പോയിട്ട് ഒരു പഞ്ചായത്തിനെ പോലും നയിക്കാനുള്ള കരിസ്മ അദ്ദേഹത്തിന് ഇല്ല, സ്റ്റാർഡം അദ്ദേഹത്തിന് ഇല്ല, സംസാരിക്കാനുള്ള കഴിവില്ല. ഇനി തിരിച്ചു പോയി സിനിമയിൽ അഭിനയിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും പണ്ടേ കഴിവില്ല എന്ന് തെളിയിച്ചതാണ്. സോ സിനിമയില്ല, രാഷ്ട്രീയമില്ല, ഈ വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത അരസിയൽ പാരമ്പര്യം മുഴുവൻ കൈവിട്ടു പോകും. സോ അതുകൊണ്ട് അവിടെ ഒരു ബദൽ ഉണ്ടാകാൻ പാടില്ല. ഒരുപക്ഷെ ഞാൻ വീണ് പോയാൽ അപ്പുറത്ത് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രശ്നം, എന്താ പറയുക, ഒരു മെക്കാനിസമാണ് അപ്പുറത്തുള്ളതെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് നാളും കൂടെ DMKക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എത്ര നാൾ ഉള്ള കാലം കൊണ്ടുപോകാൻ പറ്റത്തില്ല, ബട്ട് അവരത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു ഗിമിക്ക് നടന്നിട്ടുണ്ടായിരിക്കാം.
ഇവർക്കിടയിൽ എന്തോ ഒരു ധാരണ ഉണ്ടായിരിക്കും. പിന്നെ കമൽഹാസൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ ഓഫ് കോഴ്സ് ഈസ് എ കോമഡി ക്യാരക്ടർ. വിജയ്ക്ക് ശരിക്കും അരസിൽ പാരമ്പര്യമുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന് പണ്ടൊരു പാർട്ടി എന്തോ പ്രഖ്യാപിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇന്നത്തെ അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യം ഒരിക്കലും എം കെ സ്റ്റാലിനുള്ളത് പോലെയുള്ള ഒരു പൈതൃകം എം കെ സ്റ്റാലിനെയോ ഉദയനിധിയോട് സപ്പോർട്ട് ചെയ്ത് ചോദിക്കുന്നതല്ല. ഉദയനിധിയും എം കെ സ്റ്റാലിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചർച്ച ചെയ്തിട്ടിരിക്കുന്നതും അവരുടെ മുത്തശ്ശൻ പ്രമുഖ നേതാവാണ്. അവർ വന്ന് കാണുന്നതും പോകുന്നതൊക്കെ പ്രമുഖ നേതാക്കളെയാണ്. വിജയ് എന്ന് പറഞ്ഞ ഒരു സിനിമാ പ്രവർത്തകനാണ്, സിനിമാ നടനാണ്, അതിലുപരി ഇളയ ദളപതിയാണ് ഇപ്പോൾ. അതിലുപരി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തും ഡയറക്ടേഴ്സ് മറ്റുള്ളവരെയൊക്കെയാണ് അദ്ദേഹം കണ്ടുപരിചയമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പാരമ്പര്യം വെച്ച് നോക്കുമ്പോഴും ജയിക്കാനുള്ള സാധ്യത വെച്ച് നോക്കുമ്പോഴും DMK അല്ലേ കൂടുതൽ അനിവാര്യം. ഒറ്റ നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നും. പക്ഷേ ഇതിനേക്കാൾ വലിയ പാരമ്പര്യം പേറുന്നൊരു കുടുംബം ഇന്ന് ഇന്ത്യയിലുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു പാരമ്പര്യം പേറുന്ന ഒരു ഗാന്ധി കുടുംബം. ഗാന്ധി കുടുംബം എന്ന് പറയുന്ന പ്രയോഗത്തോട് തന്നെ എനിക്ക് വ്യക്തിപരമായി ചില വിയോജിപ്പുകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അവർ വന്നിട്ടില്ലല്ലോ. പക്ഷേ എത്രയോ വർഷം ആ കുടുംബത്തിനെ തന്നെ ഇവിടുത്തെ പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ മാത്രം ആ പാർട്ടിയുടെ തലപ്പത്തും രാജ്യത്തിൻ്റെ തലപ്പത്തും പ്രതിഷ്ഠിക്കാനായിട്ട് അവർ നടത്തിയ ശ്രമങ്ങൾ ഇപ്പോൾ വന്ന് എവിടെ എത്തി നിൽക്കും. തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി യുവരാജകുമാരൻ എന്ന് അവകാശപ്പെടുന്ന വ്യക്തി. സ്വാഭാവികമായിട്ടും DMKക്ക് അത് സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ 2026 വിജയ് നേതൃത്വത്തിൽ വരികയാണെങ്കിൽ കേന്ദ്രത്തിൽ ആരോടൊപ്പം നിൽക്കും? വിജയ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കേന്ദ്രത്തിൽ ആരോടൊപ്പമെങ്കിലും ഒരാളോടൊപ്പം നിൽക്കണം. ആദ്യം ജയിച്ചിട്ട് കരുത്ത് കാട്ടും. എത്ര % വോട്ട് കിട്ടുമെന്ന് വിജയ്ക്കല്ല ദൈവത്തിന് പോലും അറിയത്തില്ല. തമിഴകർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള സ്വീകരിച്ചതിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. സപ്പോസ് ഇൻ കേസ് അദ്ദേഹത്തിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10% to 15% വോട്ട് ഷെയർ അവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞാൽ ബാർഗെയിനിങ് സ്പേസ് ആയി. പിന്നെ ജയിക്കണമെന്നില്ല, ഒരു 5-6 MLA ആയാലും മതി, ഇല്ലെങ്കിൽ ഒരു MLA ആയാലും മതി. പക്ഷേ വോട്ട് ഷെയർ എല്ലാ മണ്ഡലങ്ങളിലും ഗണ്യമായി, അതായത് ജയിച്ചില്ലെങ്കിൽ കേരളത്തിലെ BJP പോലെ ജയിക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷേ പലരെയും തോൽപ്പിക്കാൻ സാധിക്കും. ആ ഒരു പവർ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ട് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിയണം. 2026 കഴിയുന്നതോടുകൂടി വിജയ് ജയിക്കുകയും വിജയോടൊപ്പം ഒരു 10-15 അല്ലെങ്കിൽ അതിൽ കൂടുതൽ MLA മാർ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ ബാർഗെയിനിങ് സ്പേസ്. പിന്നെ വിജയ് തീരുമാനിക്കും ആർക്കൊപ്പം നിൽക്കണം. കമൽഹാസൻ വലിയ പ്രചാരണമൊക്കെ നടത്തി. അതായത് അച്ഛൻ രാഷ്ട്രീയം, അമ്മ രാഷ്ട്രീയം, മക്കൾ രാഷ്ട്രീയം, ഇതിനൊക്കെ എതിരാണെന്ന് പറഞ്ഞ് TV ഒക്കെ എറിഞ്ഞു പൊട്ടിക്കുന്ന മെഗാ പരസ്യമൊക്കെ ഇട്ടിട്ടാണ് കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഇവർക്കാണോ വോട്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ച കമൽഹാസൻ ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ അന്ന് പറഞ്ഞത് ഇതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം മക്കൾക്കാകെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നലെ വിജയ് എന്ത് പറഞ്ഞു, മെഴ്സലിലൂടെ നരേന്ദ്രമോദി വിമർശിച്ചു, BJP ആക്ഷേപിച്ചു, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇതെല്ലാം മാറും, രാഷ്ട്രീയമാണ്. വിജയ് ആദ്യം മക്കളുടെ മനസ്സറിയാനായിട്ട് ഇറങ്ങി തിരിച്ചു. ഇൻ ബിറ്റ്വീൻ ഒരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തെ ആഘോഷിക്കുന്നവർ ഈ പറയുന്നത് പോലെ തീർന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ തീരില്ല. അത് പറയുന്നവർക്കും അറിയാം. 2026 വരട്ടെ, ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ, വിജയുടെ സ്പേസ് എന്താണ് എന്നുള്ളത് ആ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി തെളിയും. അതിനുശേഷം വിജയ് തീരുമാനിക്കും ആർക്കൊപ്പം നിൽക്കണം. ഇനി ഇൻ കേസ് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം, ഹൈപ്പോത്തറ്റിക്കലാണ്, രാഷ്ട്രീയമാണോ ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ വിജയ് സ്റ്റാലിന് പകരം മറ്റൊരു ഏകഛത്രാധിപതിയായി മാറിയാലും അത്ഭുതപ്പെടേണ്ടത്. അപ്പോൾ അങ്ങ് പറയാണ് ഈ ഗതകരമായ ഈ അപകടം നടന്നതിന് ശേഷം വിജയ് ശക്തനാകുകയാണെന്ന്. എൻ്റെ റീഡിങ് അങ്ങനെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത് അദ്ദേഹം അവസരമാക്കി മാറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ഈ മരിച്ച കുടുംബത്തിൽ ഒരാളെ പോലും കാണാൻ പോലും പോകാൻ തയ്യാറായിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രിയും മറ്റുള്ളവരെല്ലാവരും അവിടെ എത്തി അദ്ദേഹത്തെ കാണുകയും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. വിജയ് ഇതുവരെ ഇൻസ്റ്റയിലോ ഇതിലോ മാത്രം ഒരു കുറിപ്പ് എഴുതി കൊടുത്തു എന്നല്ലാതെ ഇതുവരെ അവരെ വിളിക്കുകയോ അവരെ പോയി കാണാനുള്ള ഒരു ഇതോ ഉണ്ടായിട്ടില്ല. നേതാവാകാൻ യോഗ്യതയുള്ള ആളാണ് ശരിക്കും. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾ എല്ലാം ഓർക്കുന്ന ആൾക്കാരാണ്, അല്ലേ? അതെ. അതുപോലെ തന്നെയാണ് ജനങ്ങളുടെ മറക്കാനുള്ള കഴിവ്. അല്ല, അതാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ്, മറക്കാൻ. ഈ മറവി ഏറ്റവും കൂടുതൽ അനുഗ്രഹമായി മാറുന്നത് രാഷ്ട്രീയക്കാർക്കാണ്. അതെ. നോക്കാം എന്താ സംഭവിക്കാം. 2026 ആവട്ടെ. എന്തായാലും എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ. 2026 നമുക്ക് കാണാം.